മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 89-ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. 7-ാമത്തെ ശ്ലോകം. ഭൃഗും കില സരസ്വതീ നികടവാസിനസ്താപസാസ്ത്രിമൂർത്തിഷു സമാധിശന്നധികസത്വതം വേദിതും അയം പുനരനാദരാദുദിതരുദ്ധരോഷേ വിധൗ ഹരേപി ജിഹിംസിഷൗ ഗിരിജയാധൃതേ ത്വാമഗാത്. ഈ ആ മൃഗാസുരൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാന്റെ മാഹാത്മ്യം അതിശയം, ബാക്കി ദേവന്മാരെക്കാൾ അതിശയമാണ് ഭഗവാന്റെ മാഹാത്മ്യം, അതിശയിക്കുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ മാഹാത്മ്യം എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൃഗു മഹർഷി വരെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നതായിട്ടുള്ള കഥയാണ് ഈ 2-3 ശ്ലോകങ്ങളിൽ പറയണത്. ഭൃഗും കില സരസ്വതീ നികടവാസിന താപസാഹ. സരസ്വതീ നികടവാസിന, സരസ്വതീ നദി, ആ സരസ്വതീ നദിയുടെ നികടത്തിൽ സമീപത്തായി വസിക്കുന്നതായിട്ടുള്ള താപസന്മാരെ, കുറേ താമസന്മാരെ സരസ്വതീ നദിയുടെ തീരത്ത് സത്രം തുടങ്ങിയിട്ടുണ്ട്. അവിടെ അങ്ങനെ താമസിക്കുന്നതായിട്ടുള്ള മഹർഷിമാർ, അവർക്ക് ഒരു കാര്യം അറിയാൻ മോഹം. ഭൃഗും കില, അവരിൽ ഒരാളായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ആ ഭൃഗുമഹർഷി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രൻ തന്നെയാണ്. ആ ഭൃഗുമഹർഷിയെ ത്രിമൂർത്തിഷു സമാധിശൻ അധികസത്വതാം വേദിതും. ത്രിമൂർത്തിഷു, 3 മൂർത്തികൾ, ത്രിമൂർത്തികൾ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ഇതിൽ ആർക്കാണ് അധിക സത്വത, സത്വഗുണം ആർക്കാണ് അധികമുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അധിക സത്വതാം, സത്വഗുണത്തിൻ്റെ ആധിക്യം ആർക്കാണ് ഉള്ളത്, ആരിലാണ് സത്വഗുണം കേമായിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭൃഗു മഹർഷിയോട് പറഞ്ഞു. അതായത് ആരെയാണ് ഭജിക്കേണ്ടത്, തങ്ങൾ സത്വഗുണപ്രധാനനായിട്ടുള്ള ആളെ വേണം ഭജിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ ആരാണ് ഇതിൽ 3 പേര് മൂർത്തികളിൽ ആരാണ് അധികം സത്വഗുണമുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഭൃഗു മഹർഷി, അവരുടെ ഒരു നേതാവ് എന്ന് പറയട്ടെ, അങ്ങനെയുള്ളതായിട്ടുള്ള ഭൃഗു മഹർഷിയെ ആദേശിച്ചു, അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട്, വേദിതം അറിയാൻ വേണ്ടിയിട്ട്. സമാധിശൻ, അദ്ദേഹത്തെ ആദേശിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു അധിക സത്വതാം വേദിതം, അധിക സത്വത ആർക്കാണുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഭൃഗു മഹർഷിയെ പറഞ്ഞയച്ചു എന്നാണ്. അയം, ഇദ്ദേഹം ഭൃഗു മഹർഷി എന്നിട്ട് പുനരനാദരാദുദിതരുദ്ധരോഷേ വിധൗ, അദ്ദേഹം പിതാവ്, സ്വന്തം പിതാവാണ് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പിതാവാണെന്നുണ്ടെങ്കിലും ആ അച്ഛൻ എന്നുള്ള നിലയിൽ ബഹുമാനിക്കുകയൊക്കെ വേണ്ടേ, അതിനൊന്നും കൂട്ടാക്കിയില്ല, അങ്ങനെയുള്ള ബഹുമാനമൊന്നും കാണിച്ചില്ല. അപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. മകനാണ് എന്നല്ല, താൻ ബ്രഹ്മാവാണ്, അപ്പോൾ തന്നെ ബഹുമാനിക്കണം. മകനായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, തന്നെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണ്ടേ. അപ്പോൾ അതൊന്നും കാണിക്കാതിരുന്നപ്പോൾ ദേഷ്യം വന്നു. ആദരവ് കാണിക്കാത്തത് കൊണ്ട്, പുത്രൻ പിതാവിന് വേണ്ടതായിട്ടുള്ള ആദരവൊന്നും കാണിക്കാത്തത് കൊണ്ട് ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ഉദിത രുദ്ധരോഷയെ വിധൗ, ഉദിതമായി രോഷം, ആദ്യം ദേഷ്യം ഉണ്ടായി. പക്ഷെ ദേഷ്യം ഉണ്ടായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ തടങ്ങി. പക്ഷേ അവരോരെന്നെ മകനല്ലേ വേണ്ട എന്ന് തീർച്ചയാക്കിയിട്ട് കോപിക്കണ്ട എന്ന് വിചാരിച്ച് രുദ്ധരോഷേ, അതിനെ യുദ്ധമായി, രോഷം യുദ്ധമായി. ആദ്യം രോഷം ഉദിതമായി, പിന്നെ അതിനെ സ്വയം നിയന്ത്രിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ ആ ഭഗവാനുള്ളതായിട്ടുള്ള ബ്രഹ്മാവിന് രോഷം ഉണ്ടായി എന്നുള്ളത് മനസ്സിലായി. രോഷം ഉണ്ടായി, അത് നിയന്ത്രിച്ചു, പക്ഷേ രോഷം ഉണ്ടായില്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ശിവൻ്റെ അടുത്തേക്ക് പോയി. വിധൗ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് ഇങ്ങനെ ഉദിതമായിട്ടുള്ള രോഷത്തെ തടഞ്ഞപ്പോൾ, അനാദരം കൊണ്ട് തനിക്കുണ്ടായതായ രോഷത്തെ രുദ്ധമാക്കി, ഉദിതമായിട്ടുള്ള രോഷത്തെ രുദ്ധമാക്കി തടഞ്ഞു നിർത്തി ബ്രഹ്മാവ്. അപ്പോൾ പിന്നെ ശിവൻ്റെ അടുത്തേക്ക് പോയി. അയം ഹരേപിച്ച ജിഹിംസിഷോ, ഹരേ അപി, ഹരൻ, അതായത് ശിവൻ വധിക്കാനായിട്ട് തന്നെ തുടങ്ങി എന്നാണ്. എന്തേ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശിവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ശിവൻ ഒന്ന് ആലിംഗനം ചെയ്യാൻ, ശിവനും ബ്രഹ്മാവിൻ്റെ പുത്രനാണ് എന്ന് വിചാരിച്ചിട്ട്, തൻ്റെ സഹോദരനല്ലേ എന്ന് വിചാരിച്ച മഹർഷിയെ ആലിംഗനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ്, എനിക്ക് എൻ്റെ ആരോഗ്യമൊന്നും, ആലിംഗനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് തടഞ്ഞു. അപ്പോൾ ശിവന് ദേഷ്യം വന്നു. അതായത് സഹോദര സ്നേഹം കൊണ്ട് ആലിംഗനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെ നിഷേധിച്ചത് കൊണ്ടുള്ളതായിട്ടുള്ള ആ രോഷം കൊണ്ട് ഭഗവാൻ ആ സഹോദരനെ ഇങ്ങോട്ട് വധിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഗിരിജയാ ധൃതേ, ഗിരിജ തടഞ്ഞു നിർത്തി. അപ്പം അതൊന്ന് വിരമിപ്പിച്ചു ഭഗവാനെ, ശിവനെ അതിൽ നിന്ന്
തടഞ്ഞു നിർത്തി എന്നാണ്. ഹരേപിച്ച ഹരനും ജിഹിംസിഷവും ഹിംസിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആരംഭിച്ചപ്പോൾ ഗിരിജയാധൃതേ ഗിരിജ അതിനെ തടഞ്ഞു നിർത്തി. ത്വാം അഗാധ് അപ്പോൾ എന്ത് ചെയ്തു? ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി ഭൃഗു. പിന്നീട് അവിടെ എന്താണ് ഉണ്ടായതെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വം വിപ്രേ വിനിഘ്നതി പദേന ഉദോത്ഥിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവര്യ ഭവേത് സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദീഹി. സുപ്തം രമാംഗഭുവി അവിടെ ചെന്നപ്പോൾ ലക്ഷ്മി ഭഗവതിയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുകയാണ്. രമാംഗഭുവി രമയുടെ ലക്ഷ്മി ഭഗവതിയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുകയാണ് മഹാവിഷ്ണു. സുപ്തം ഉറങ്ങിക്കിടക്കുകയാണ്. സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വം പങ്കജലോചനായിട്ടുള്ള അങ്ങയെ, ആ പങ്കജം പോലെ താമരപ്പൂ കണ്ണനായിട്ടുള്ള അങ്ങ് ആ രമയുടെ മടിയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ വിപ്രേ വിനിഘ്നതിപദേന ആ കാലോണ്ട് അങ്ങോട്ട് ചവിട്ടി. വിപ്രേ വിനിഘ്നതിപദേന കാലോണ്ട് അങ്ങോട്ട് വിനിഘ്നതി എന്ന് വെച്ചാൽ അടിച്ചു എന്നുള്ളതാണ്. കാലോണ്ട് അങ്ങോട്ട് ചവിട്ടി. ആ ഭഗവാന്റെ മാറത്ത് കാലോണ്ട് ചവിട്ടി. അതായത് താൻ വന്നിട്ട് ബ്രാഹ്മണനാണ്, ബ്രാഹ്മണൻ വരുമ്പോൾ ബഹുമാനിക്കണം. അതില്ലാതെ കണ്ട് കിടന്നുറങ്ങിയപ്പോൾ ആ നിലയിലാണ് ഭൃഗുമഹർഷി ഭഗവാന്റെ മാറത്തൊന്ന് ചവിട്ടി എന്നാണ്. വിപ്രേ വിനിഘ്നതി പദേന ആ വിപ്രൻ വിനിഘ്നതി പദേന പദം കൊണ്ട് തൻ്റെ കാലടി കൊണ്ടൊന്ന് ചവിട്ടിയപ്പോൾ മുദോത്ഥിതസ്ത്വം മുദാ ഉത്ഥിതത്വം സന്തോഷത്തോടു കൂടിയിട്ട് എണീറ്റ് ഉദ്ധിത എഴുന്നേറ്റു. അവിടെ ഉറങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള ഭഗവാൻ ഉദ്ധിതനായി എഴുന്നേറ്റു. മുദാ ഉദ്ധിത എന്നാൽ ദേഷ്യമൊന്നും ഉണ്ടായില്ല, സന്തോഷത്തോടു കൂടി എണീറ്റു. എന്നിട്ട് സർവം ക്ഷമസ്വ എല്ലാം ക്ഷമിക്കൂ, ഞാനിങ്ങനെ അങ്ങയുടെ വരവ് അറിയാതെ കണ്ട് കിടന്നുറങ്ങിയില്ലേ, അതൊക്കെ ക്ഷമിക്കൂ. സർവം ക്ഷമസ്വ മുനിവര്യ അല്ലയോ മഹർഷി ശ്രേഷ്ഠ, ഞാൻ എൻ്റെ ഈ അപരാധം ക്ഷമിക്കൂ. സർവം ക്ഷമസ്വ മുനിവര്യ ഭവേത് സദാമേ ത്വത്പാദചിഹ്നം ഇഹഭൂഷണം ഇതി അവാദീഹി. സദാ എല്ലായ്പ്പോഴും ത്വത്പാദചിഹ്നം അങ്ങയുടെ ഈ പാദത്തിൻ്റെ അടയാളം, എന്നെ ചവിട്ടിയില്ലേ, എൻ്റെ മാർച്ച് ചവിട്ടിയിലോ ഭഗ്ന, ആ പാദത്തിൻ്റെ അടയാളം എനിക്ക് ഭൂഷണമായിട്ട് എപ്പോഴും ഇരിക്കട്ടെ, എനിക്കൊരു അലങ്കാരമായിട്ട് അത് അവിടെ ഇരിക്കട്ടെ. എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹർഷിമാരെ വേണ്ട വിധത്തിൽ പൂജിക്കണം. അതിൽ വരുന്നതായിട്ടുള്ള സമയത്ത് അവരെ ആദരിക്കുന്നതിന് തകരാറൊന്നും വരാൻ പാടില്ല എന്ന് എന്നെ ഓർമ്മിപ്പിക്കാനായിട്ട് എൻ്റെ മാറത്ത് തന്നെ ഒരു ഭൂഷണമായിട്ട് അലങ്കാരമായിട്ട് ഇതിരിക്കട്ടെ എന്ന് ഭഗവാൻ അവാദീഹി പറഞ്ഞു എന്നാണ്. ഭവേ സദാ മേ ഭവിക്കട്ടെ, എന്ത് സദാ എല്ലായ്പ്പോഴും മേ എനിക്ക് ത്വത്പാദചിഹ്നം അങ്ങയുടെ ഈ പാദചിഹ്നം, പാദത്തിൻ്റെ അടയാളം, എൻ്റെ മാറത്തുള്ളതായിട്ടുള്ള ഈ പാദത്തിൻ്റെ ചിഹ്നം സദാ മേ ഭൂഷണം ഭവേത് എല്ലായ്പ്പോഴും എൻ്റെ ഭൂഷണമായി തീരട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. ഇത്യവാദീഹി എന്ന് പറഞ്ഞു ഭഗവാൻ. ഭഗവാൻ അവിടെ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ അവിടെ ഒരു ദേഷ്യം ഉണ്ടായില്ല, വാസ്തവത്തിൽ ചവിട്ടുക ചെയ്തത്. ആദ്യം ബ്രഹ്മാവിനെ കണ്ടപ്പോൾ എന്താണ് ഉണ്ടായത്? ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അത് രോഷം വന്നു, പക്ഷെ അത് സ്വയം അടക്കി. അവിടെ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ഒന്നും ഉണ്ടായില്ല, ആദരിച്ചില്ല എന്നുള്ളതേ ഉണ്ടായുള്ളൂ. ബ്രഹ്മാവിനെ വേണ്ട വിധത്തിൽ ആദരിച്ചില്ല എന്നേ ഉണ്ടായുള്ളൂ. അത് എന്നിട്ടും ബ്രഹ്മാവ് അത് രോഷം ഉണ്ടായി, അത് തടയുകയും ചെയ്തു, സ്വയം നിയന്ത്രിച്ചു. ശിവനാവട്ടെ ശിവനെ ഒന്നും കൂടി അപമാനിച്ച മാതിരിയായി. എന്താണെന്ന് വെച്ചാൽ ആലിംഗനം ചെയ്യാൻ വന്നപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് നിരസിച്ചു. അപ്പോൾ അത് കുറച്ചും കൂടി അപരാധമാണ് ശിവൻ്റെ അടുത്ത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ശിവൻ അപ്പോൾ ഹിംസിക്കാനായിട്ട് തുടങ്ങി, ഗിരിജ തടഞ്ഞു. മഹാവിഷ്ണുവിൻ്റെ അടുത്താണെങ്കിൽ അതൊന്നുമല്ല, അതിലേറെ കാര്യമായിട്ടുള്ള അപരാധമാണ് ചെയ്തത്. എന്താ വെച്ചാൽ മാറത്ത് ചവിട്ടിയപ്പോൾ എന്താണ് ഉണ്ടായത്? ഭഗവാൻ അതൊന്നും കണക്കാക്കിയില്ല. ആ പാദചിഹ്നം എൻ്റെ അടയാളമായിട്ട് എന്നും വരട്ടെ എന്നുള്ളതായിട്ടുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ക്ഷമ ചോദിക്കുകയാണ് ഭഗവാൻ ചെയ്തത് എന്നാണ്. ഭൃഗും കില സരസ്വതീ നികടവാസിനസ്താപസാസ്ത്രിമൂർത്തിഷു സമാവിശൻ അധിക സത്വതം വേദിതം അയം പുനരനാദരാദുദിതരുദ്ധരോഷേ വിധൗ ഹരേപി ജിഹിംസിഷൗ ഗിരിജയാ ഹൃദേ ത്വാമഗാത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സരസ്വതി നദീതടേ അധിവസിക്കുമാ യോഗിമാർ ത്രിമൂർത്തികളിൽ ആരു സത്വഗുണവാൻ അറിഞ്ഞിടുവാൻ അയച്ചു ഭൃഗുമാമുനിം വിധി കയർത്തുടൻ ശാന്തനായി വധിപ്പതിനതീശനാഞ്ഞുമ തടുത്തു വന്നങ്ങിടം.
സുപ്തം രമംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതി പദേന കുതോത്ഥിതസ്ത്വം സർവം ക്ഷമസ്വ മുനിപര്യ ഭവേത് സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണനിത്യവാദീ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ശ്രീദേവി തന്റെ മടിയൽ ബത പള്ളി കൊള്ളും നിന്മാറിലാ മുനി ചവിട്ടി ചിരിച്ചെണീറ്റു നീ ചൊല്ലി മാപ്പുതൊരു യോഗി വരാ ഭവാന്റെ കാൽമുദ്രയെന്നും ഇവൻ ആഭരണം ഭവിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.